അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ആക്രമണത്തിന്റെ ഞെട്ടലിലാണ് ലോകം. തലനാരിഴയ്ക്കാണ് ട്രംപ് രക്ഷപ്പെട്ടത്. പെൻസിൽവാനിയയിലെ റാലിക്കിടെയാണ് ട്രംപിന് നേരെ ആക്രമണം ഉണ്ടായത്. പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു വെടിയുതിർത്തത്. ആക്രമണത്തിൽ ട്രംപിന്റെ വലത് ചെവിക്ക് പരിക്കേറ്റു. വേദിയിൽ പരിക്കേറ്റ് വീണ ട്രംപിനെ സുരക്ഷാ സേന ഉടൻ സ്ഥലത്തു നിന്നും മാറ്റി. തുടർന്ന് അദ്ദേഹത്തെ സമീപമുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ട്രംപ് ആശുപത്രി വിട്ടു. ട്രംപിന് നേരെ വെടിയുതിർത്ത അക്രമിയെ സുരക്ഷാസേന വെടിവെച്ചു കൊന്നു. വെടിവെച്ചത് 20-കാരനായ തോമസ് മാത്യു ക്രൂക്സ് എന്ന ആളെയാണെന്ന് US അന്വേഷണ ഏജൻസിയായ FBI വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെൻസിൽവാനിയ സ്വദേശിയാണ് ഇയാൾ. വെടിവെപ്പുണ്ടായ സ്ഥലത്ത് നിന്ന് അക്രമിയുടേതാണെന്ന് കരുതുന്ന AR-15 സെമി ഓട്ടോമാറ്റിക് റൈഫിൾ കണ്ടെടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റാലി നടന്ന ബട്ട്ലർ ഫാം ഷോ ഗ്രൗണ്ടിന് സമീപത്തുള്ള കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ഇയാൾ ട്രംപിന് നേരെ നിറയൊഴിച്ചത്. ആക്രമണത്തിന്റെ ലക്ഷ്യമെന്തെന്നും വ്യക്തമല്ല. ക്രൂക്സ് ഒറ്റയ്ക്കാണോ ആക്രമണം നടത്തിയതെന്നും സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. ജനക്കൂട്ടത്തെ ട്രംപ് അഭിസംബോധന ചെയ്യുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. വെടിയുണ്ട ട്രംപിന്റെ വലതു ചെവിയെ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയത്. ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂക്സിനെ വെടിവെച്ച് വീഴ്ത്തി. ട്രംപിനെ വെടിവെച്ച ശേഷം റാലിക്കെത്തിയ മറ്റു 3 പേരെ കൂടി ക്രൂക്സ് വെടിവെച്ചു. ഇവരിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മറ്റു 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അക്രമി വെടിവെച്ചതെന്നാണ് FBI വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ആക്രമണത്തിന് പിന്നിലുള്ള ലക്ഷ്യം അന്വേഷിച്ചു വരികയാണെന്നും FBI അറിയിച്ചു. ഒരാൾ തന്നെയാണ് പിന്നിലെന്നും കൂടുതൽ പേർ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാനായിട്ടില്ലെന്നും അന്വേഷണ ഏജൻസി പറഞ്ഞു. അതിനിടെ മുൻ പ്രസിഡന്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന ആരോപണവും ഉയരുന്നുണ്ട്. നിലവിലെ പ്രസിഡന്റിന്റെ സുരക്ഷാ ക്രമീകരണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശക്തമായ സുരക്ഷയല്ല മുൻ പ്രസിഡന്റുമാർക്ക് നൽകുന്നത്. ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അധിക സുരക്ഷ വേണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും നൽകിയില്ലെന്ന ആരോപണവുമുണ്ട്. അതിനിടെ ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വെടിവെപ്പ് വധശ്രമക്കുറ്റമായി കണക്കാക്കി അന്വേഷണം നടത്തുമെന്ന് US അറിയിച്ചു. US ആഭ്യന്തര സുരക്ഷാ വിഭാഗവും ഫെഡറൽ ഏജൻസിയായ US സീക്രട്ട് സർവീസും ചേർന്നാണ് അന്വേഷണം നടത്തുക. US രാഷ്ട്രീയ നേതാക്കളുടെയും അവരുടെ കുടുംബത്തിന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതും അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഏജൻസിയാണ് സീക്രട്ട് സർവീസ്. ട്രംപിന് നേരെയുണ്ടായ വെടിവെപ്പിനെ പ്രസിഡന്റ് ജോ ബൈഡൻ അപലപിച്ചു. ഇത്തരം ആക്രമണങ്ങൾക്ക് അമേരിക്കയിൽ സ്ഥാനമില്ലെന്ന് ബൈഡൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബൈഡന്റെ എതിരാളിയാണ് ട്രംപ്.